മിനിസ്റ്റർ തടഞ്ഞ ഡ്രൈവർ ഇപ്പോഴും KSRTC-യിലാണ്. അവിടെ ഇരുന്നിട്ട് ആര്യ രാജേന്ദ്രൻ തടഞ്ഞ ആള് പുറത്തായി. അല്ല, ഇത് സ്ഥിരം ഡ്രൈവറാണ്. ആര്യ രാജേന്ദ്രൻ്റെ പ്രശ്നം വേറെയാണ്. അത് കോടതിയിലൊക്കെ ഇരിക്കുന്ന ഒരു വിഷയമാണ്. അതിനകത്ത് ആ ആൾ KSRTC സ്ഥിരം ഡ്രൈവറല്ല. ആ ആളിനെ ഞാൻ തിരിച്ചെടുക്കാത്തതിൻ്റെ രഹസ്യം ആര്യ രാജേന്ദ്രനല്ല. അത് ഞാൻ തുറന്നു പറയാം. കാരണം നമ്മളൊരു പെൺകുട്ടിയാണ്, അവരെ ഒരു സ്ത്രീയാണ്, അവരെ ഇങ്ങനെ നിരന്തരമായി അധിക്ഷേപിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്തൊരു സത്യം പറയാം. ഈ മനുഷ്യൻ ഈ സംഭവം നടന്ന ദിവസം ഈ ഡ്രൈവർ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഏതാണ്ട് 6 മണിക്കൂറിലധികം ചെവിയിൽ ഇയർഫോൺ വെച്ചിട്ട് ആരോടോ സംസാരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കോൾ ഡീറ്റെയിൽസ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ KSRTC CMD-ക്ക് നൽകി നടപടിയെടുക്കണം എന്ന് പറഞ്ഞു. ഇത്രയും 10-40 യാത്രക്കാർ വണ്ടിക്കകത്തും ആയിരക്കണക്കിന് ആളുകൾ റോഡിലും ലക്ഷക്കണക്കിന് ആളുകൾ റോഡിൽ നടന്നു പോകുമ്പോൾ ഒരാൾ 6 മണിക്കൂർ ചെവിയിൽ ഇയർഫോൺ വെച്ചിട്ട് ആരോടോ സംസാരിച്ചുകൊണ്ട് ബസ് ഓടിക്കുന്നത് ഒരു നല്ല പ്രക്രിയ അല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹത്തെ തിരിച്ചെടുക്കാത്തത്. അല്ല, ആര്യ രാജേന്ദ്രൻ എന്നെ വിളിച്ചിട്ടുമില്ല. ഒരാളും തന്നെ അവർക്ക് വേണ്ടി ശുപാർശ ചെയ്തിട്ടില്ല. ഈവൻ മുഖ്യമന്ത്രി പോലും ആ വിഷയത്തെപ്പറ്റി ഞങ്ങൾ സംസാരിച്ചിട്ടേ ഒരു മന്ത്രിമാരും എന്നോട് സംസാരിച്ചിട്ടില്ല. ആര്യ രാജേന്ദ്രൻ എന്നെ കണ്ടിട്ടില്ല. നമ്മുടെ പഴയ മേയർ ആര്യ രാജേന്ദ്രൻ KSRTC ബസ് തടഞ്ഞു നിർത്തുകയും ഷോ ഓഫ് കാണിക്കുകയും ചെയ്തത് നമ്മളെല്ലാവരും കണ്ടതാണ്. അതിനുശേഷം ആ ബസ്സിൻ്റെ ഡ്രൈവറായിരുന്ന യദുവിൻ്റെ പേരിൽ കേസ് കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ ജോലി നശിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പം നമ്മുടെ ഗതാഗത മന്ത്രി പറയുന്നത് കേട്ടാൽ യദു അന്നേ ദിവസം 6 മണിക്കൂറോളം വയർലെസ് ഹെഡ്ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ആരെയോ ഫോൺ ചെയ്തിരുന്നു. അതിൻ്റെ തെളിവുകളെല്ലാം മന്ത്രിയുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജോലിയിൽ നിന്ന് മാറ്റിയത്. അല്ലാതെ ഈ ഇഷ്യൂവിൻ്റെ പേരിലോ ഏതെങ്കിലും ഒരു മന്ത്രിയുടെയോ പാർട്ടിയുടെയോ സമ്മർദ്ദം മൂലമോ അല്ല എന്നാണ് ഇപ്പം നമ്മുടെ മന്ത്രി പറയുന്നത്. എന്തായാലും ഒരു വിഷയത്തെ ന്യായീകരിച്ച് മെഴുകാൻ വരുന്ന സമയത്ത് അതിനെ എല്ലാ രീതിയിലും പഠിച്ചിട്ട് വേണം പറയാൻ. അല്ലാതെ എന്തെങ്കിലും രീതിയിൽ ഒരു വിഷയത്തെ ന്യായീകരിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തിരിച്ചടി നേരിടേണ്ടി വരും. അന്ന് അവിടെ എന്താണ് നടന്നതെന്നും പിന്നെ ആ കേസ് ഏത് രീതിയിലാണ് വഴിമാറിപ്പോയെന്നും കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാം. സഖാക്കൾക്കൊഴിച്ച്. എന്തായാലും ഇനിയെങ്കിലും ഇതുപോലുള്ള രാഷ്ട്രീയ നാടകങ്ങൾ മാക്സിമം കളിക്കാതിരിക്കുക. പിന്നീട് കയ്യബദ്ധം പറ്റിയ ശേഷം അതിനെ വന്നിരുന്ന് ന്യായീകരിച്ച് മെഴുകാതെയും ഇരിക്കുക. അന്നത്തെ സംഭവത്തിൽ നമ്മുടെ മേയർക്കും ഡ്രൈവറായിരുന്ന യദുവിനും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടറിയാം, കേരളത്തിലെ ജനങ്ങൾക്കും. ഇനി നിങ്ങൾ എന്തൊക്കെ പറഞ്ഞതിനെ ന്യായീകരിച്ചാലും അതൊന്നും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നതല്ല. ഇപ്പോൾ അദ്ദേഹം 6 മണിക്കൂർ ഫോൺ വിളിച്ചിരുന്നാൽ കൂടി ഇതുവരെയായിട്ടും നിങ്ങൾക്ക് അതിനെതിരെ ഒരു നടപടി പോലും എടുക്കാൻ പറ്റിയില്ല. എന്തായാലും ന്യായീകരണങ്ങളെല്ലാം നന്നായിട്ടുണ്ട്. കേസ് എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ എങ്ങനെയാവുമെന്ന് കണ്ടറിയാം.